ജോസോട്ടാ, സാധാരണ ഈ ജ്യോത്സ്യന്മാരുടെ വീട്ടിലൊക്കെ ഭിത്തിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിറച്ചും ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും. ഈ ജ്യോത്സ്യന് ഇപ്പം നിരീശ്വരവാദി വല്ലതാണ്? നീ ചുമ്മാ ചേർക്കാം. ഇങ്ങനെ ചില്ലറക്കാരനല്ല, ത്രികാലജ്ഞാനിയാ. മാങ്ങാത്ത് വലിയാണ്. എൻ്റെ ജോസഫേട്ട ആൾക്കാരോടെ ചന്ദ്രനിൽ പ്ലോട്ട് വാങ്ങിക്കാൻ അഡ്വാൻസ് ഒക്കെ കൊടുത്തു തുടങ്ങി. അപ്പോഴാണ് ത്രികാലജ്ഞാനി. ഏട്ടാ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് അദ്ദേഹം വലിയൊരാളാ. വരുന്നുണ്ട് വരുന്നു. കണ്ണാടി ഒരാടി ചേച്ചി. വേണ്ട സമയം ഞാനിവിടെ നിന്നോളാം. ചേട്ടാ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്റെ കഴുത്ത് വേനിക്കില്ലേ? ചേട്ടാ, ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ സാധാരണക്കാരനെ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വന്നിങ്ങനെ എൻ്റെ കാലെ വീഴരുത്. പിന്നെ ജ്യോതിഷം അതൊരു ശാസ്ത്രമാണ്. അത് എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു. ഞാൻ അതിൽ കുറച്ച് കൂടുതൽ പഠിച്ചു, അത്രയേ ഉള്ളൂ. എന്നെക്കൊണ്ട് നിങ്ങളുടെ ഭൂതവും ഭാവിയൊന്നും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ചില കണക്കുകൾ, നിഗമനങ്ങൾ, അതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. ചേട്ടൻ ആദ്യം ആ കൈയൊന്ന് താഴെയിടും. ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? DIG ദീപക് ഇന്ദു ഗോപൻ. ഹലോ, ഐ എം കെ ഫോർ കൈപ്പട്ടൂർ. ജ്യോത്സ്യത്തിൽ അത്ര വിശ്വാസം പോരല്ലേ? അയ്യോ അല്ല, ഇവന് നല്ല വിശ്വാസമുള്ളവരാ. ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞേ? ജെ ഫോർ ജോസഫ്. അതെ ജോസഫേട്ടാ, ഒരു ദിവസം ഞാൻ എത്ര പേരെ കാണുന്നേ. ഇത് വിശ്വാസമുള്ളവരെ ഇല്ലാത്തവരെ എനിക്കെന്താ മനസ്സിലാവില്ല. അല്ലേ DIG? എന്നെ അത്ര വിശ്വാസം പോരല്ലേ? അത്ര പോരാ. സാമേ, ലക്കി നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ? ഓ, നമ്മള് വീണ്ടും നോക്കും. ശരിയാ. എന്തൊരു സ്മെല്ല്? എന്താ സ്മെല്ല്? ഒരു ബാഡ് സ്മെല്ല് വരുന്നില്ലേ? എനിക്കൊന്നും വരുന്നില്ലല്ലോ. എടാ, അത് തോൽവിയുടെ സ്മെല്ലായിരിക്കും. അവിടെ നിനക്ക് കിട്ടുന്നില്ലടാ. കിട്ടും, നന്നായിട്ട് ശ്വസിക്ക്, അഞ്ഞൊലിക്ക്. ചെറുതായിട്ട് കിട്ടുന്ന പോലെ. അപ്പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും കത്തിക്കുന്നാവും. ഇതെന്തിങ്ങനെ? നീ കളിക്ക്, നന്നായിട്ട് കളിക്ക്. ജയിക്കേണ്ട കളിയാർന്ന്. ഇപ്പൊ എന്തായാലും നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി അല്ലടാ സാമേ? എനിക്ക് അങ്ങനെ തോന്നില്ല. ആണോടാ? പക്ഷെ നേരത്തെ തന്നെ കാണാൻ കുറച്ച് നല്ല മണായിട്ട് എനിക്ക് തോന്നുന്നു. വിക്ടറിയുടെ സ്മെല്ല്. എന്ത് പറ്റി ലക്കി? സാമേ, എന്താണ് നിനക്ക് പറ്റിയത്? നീ ഒരുമാതിരി പൊട്ടം കളിക്കല്ലേ? എനിക്ക് റൂം ഫ്രഷ്നർ അലർജിയാണെന്ന് നിനക്ക് അറിയില്ലേ? സത്യമായിട്ട് അറിയില്ലടാ. ഇത് ചീറ്റിംഗ് ആണ്. അയ്യടാ, അപ്പൊ നീ കാണിച്ച ചീറ്റിംഗ് അല്ലേ? ഞാനവിടെ കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നീ ആ കപ്പ് തുറച്ചിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ലേ? പകരത്തിന് പോരാ, അത്രേ ഉള്ളൂ. എടാ, ആണുങ്ങളായ മാനായിട്ട് കളിച്ച് തോപ്പിക്കണടാ. പെണ്ണുങ്ങളായാലും വിടറാ, ഞാൻ ഷൗട്ട് ചെയ്യും. ഈടാ, നീ വലിയ മാന്യൊന്നും കാണിക്കണ്ട. നീ അർണോൾഡ് ഗിഫ്റ്റ് ചെയ്ത പൂച്ചട്ടിയില്ലേ, നിന്റെ എക്സ് ബോയ് ഫ്രണ്ട്സിന്റെ പേരല്ല എഴുതി വെച്ച്. നീ വലിയ ശ്രീരാമനൊന്നും ആവണ്ട. നീ മീനാക്ഷിനെ പ്രപ്പോസ് ചെയ്യാൻ പോണെന്റെ അരമണിക്കൂർ മുമ്പേടാ മറ്റേ പെണ്ണായിട്ട് ബ്രേക്കപ്പ് ആക്കിയത്. ചരിത്രം എന്തെങ്കിലും പറയണ വാ വിളിച്ചിരിക്കാണ്ട്. നീ എന്തെങ്കിലും നീ കൂടുതൽ ചിരിക്കണ്ട കേട്ടാ, അല്ലെങ്കിൽ നിന്റെ സ്കൂളിലെ കാര്യം ഞാൻ അവിടെ വിളമ്പും. എനിക്ക് പറയണം, ഇന്ന് പറയണം. എടാ, നീ ഇവൾക്ക് കുട്ടിയാണെന്നുള്ള പേര് കിട്ടിയെങ്ങനെയാണെന്നറിയോ? നീ നേരത്തെ മലക്കം പറഞ്ഞതാ, നിന്റെ കഥ എനിക്ക് അറിയണം. എടാ, ഓണത്തിന് വടംവലിക്ക് കൊണ്ടുവന്ന ആനക്ക് വെച്ചിരുന്ന പഴക്കൊല്ലെടുത്ത് ഇവിടെ മുക്കി. മുക്കിന്ന് പറഞ്ഞ ഇവൾക്ക് വിശന്നപ്പോ അവളെടുത്ത് മുണുങ്ങി. ഒരു കൊല എല്ലാം ചെറിയ പഴായിരുന്നു. അത് പോട്ടെ. ജോസഫിന് ഇപ്പൊ സമയം നോക്കണം. ജനതീയതിയും സമയം ഓർമ്മയുണ്ടോ? ഞാൻ കുറിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങടുത്തെ നോക്കട്ടെ. സ്വാമി, ഒന്ന് അടുത്തിരുന്നേ. ആ കൈയൊന്ന് കിട്ട്. ചിങ്ങത്തിലെ പൂരം നക്ഷത്രം, പൂരം പിറന്ന പുരുഷൻ,
സമയം നല്ലതാണ്. ഈയിടെയായിട്ട് തൊഴിൽ രംഗത്ത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അത് നല്ലതാണ്. സാമ്പത്തിക അഭിവൃദ്ധി കാണുന്നുണ്ട്. പിന്നെ ശനിയുടെ അപഹാരം ഉണ്ടായിരുന്ന മാറി വന്നിട്ടുണ്ട്. വിവാഹം നടന്നിട്ടില്ല അല്ലേ? ഇല്ല സ്വാമി. ഇയാൾ താളം പിടിക്കണം. അടുത്ത ചിങ്ങത്തിനുള്ളിൽ മംഗല്യയോഗം കാണുന്നുണ്ട്. മനസ്സിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും. സത്യമാണോ? അങ്ങനെയാണ് കാണിക്കുന്നത്. ഇയാള് കഴുന്നോളൂ. അത് നടന്നോ? ചുമ്മാ പറയണം. കഴിഞ്ഞു. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് ഇതെങ്ങനെ ഇതൊക്കെ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റും? അതങ്ങനെ പറയാൻ പറ്റുമോ DAG? അതെന്താ പറഞ്ഞ? അതൊക്കെ ഒരു ട്രേഡ് സീക്രട്ട് അല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ട്രേഡാണെന്നും ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറെ സീക്രട്സ് ഉണ്ടെന്നും അല്ലേ? എല്ലാ ജോലിയും പോലെ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും ആ ജോലി ചെയ്യുന്നവർക്കും മറ്റേത് ജോലിയും പോലെ ഒരു സീക്രട്ട് ഉണ്ടാവും. അത് ആ ജോലിയിൽ പ്രാവീണ്യമുള്ളവർക്ക് മാത്രം അറിയാവുന്നൊരു സീക്രട്ട് ആവും. DIG ഏത് സിനിമകളിൽ ഇൻസ്പയർ ആയിട്ടാണ് കഥകൾ എഴുതുന്നതെന്ന് DIG ആരോടെങ്കിലും പറയാറുണ്ടോ? അയ്യോ, ഇവൻ എഴുത്തുകാരനാണെന്ന് എങ്ങനെ അറിഞ്ഞു? ചുമ്മാ ഷോ. കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു മഴ കുറവായിരിക്കുന്നു. നമ്മുടെ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ മഴയാണ് കഴിഞ്ഞ വർഷം പെയ്തത്. അറിയാലോ, പുള്ളിക്കാരനൊരു വാരഫലത്തിൽ പറഞ്ഞാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ആ ആഴ്ച എന്താണ് സാമ്പത്തിക ഉന്നമനം, ഗൃഹപ്രവേശം, ശുഭകാര്യ സൂചന, ഇതൊക്കെയാണ് ഫലം. ഈ മഴക്കാലത്ത് അത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവനും വീടും ഒക്കെ കൺമുമ്പിൽ വെച്ച് കുത്തിയൊലിച്ചു പോയി നഷ്ടപ്പെട്ട നൂറുകണക്കിന് അശ്വതി നക്ഷത്രക്കാരെ തന്നെ എനിക്ക് പേഴ്സണലി അറിയാം. ആളുകൾ ഇതൊക്കെ പെട്ടെന്ന് മറക്കും, എത്ര അനുഭവിച്ചാലും പഠിക്കുകയും ചെയ്യില്ല. ഞാനും അങ്ങനെ സ്വാമി, എത്ര കിട്ടിയാലും പഠിക്കുക. ഇവനെ കൊണ്ടുവരുന്നതായിരുന്നു ഞാൻ. മോനെ സൂക്ഷിച്ചെടുത്താ മതി. ആ ഓ ഓ ആശ്വാസം. നമ്മുടെ ഫസ്റ്റ് ഓക്കെ. മോളെ മുത്തേ തട്ടിടല്ലേ. ഷോ, ഇത് നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ. സൂക്ഷിച്ച്. അടുത്തോ. ആ വീഴില്ലല്ലോ. പതുക്കെ പതുക്കെ. അങ്ങനെ പതുക്കെ പതുക്കെ. ആ സാംബോയ്, നമുക്കിനി പതുക്കെ എടുത്താൽ മതി. ടേക്ക് യുവർ ടൈം. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രണ്ടെണ്ണം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. സൂക്ഷിച്ചെടുക്കണേ. അവനെടുത്തന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എടുത്താൽ മതി. അപ്പൊ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റൂട്ടാ. ഇളകുന്നത് എടുക്കട്ടാ. അതൊക്കെ സൂക്ഷിച്ച്. അയ്യോ ഇറങ്ങി. സൂക്ഷിച്ചെടുത്താ. ഈശ്വര, മുത്തപ്പ പൊട്ടണേ ദൈവമേ. പുല്ലൊരു വരെ മറ്റേ പണി കാണിക്കരുത്. ഇനിയിപ്പോ കണ്ടോ നീ അവൾ കൊടുക്കുന്ന ചാളം? ഏതോ ഒരു സാം വന്ന ഭൂമി മറച്ചു വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യണം? ഓരോരുത്തർക്ക് വന്ന മാറ്റം പറ്റില്ലെങ്കിൽ വോക്ക് ഓവർ കൊടുത്തിട്ട് പോണേ. ഒരു കളി കൂടി കളിക്കാനുണ്ടാ? ഈ കളിയല്ല, വേറെ കളി. വേറെ ഏത് കളി? ചെസ്. Come on, Ravi. Come on.